ഒരു രക്ഷിതാവ് അദ്ദേഹത്തിൻ്റെ മകളെയുമായിട്ട് കൗൺസിലിങ്ങിനെത്തുകയാണ്. ആ മകൾ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷത്തോളമായി. ഭർത്താവുണ്ട്, 2-3 മക്കളുണ്ട്. പക്ഷേ ഇപ്പോൾ പിണക്കത്തിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇനി ആ പെൺകുട്ടിയെ പറഞ്ഞയക്കില്ല എന്നാണ് രക്ഷിതാവ് പറയുന്നത്. കൗൺസിലിങ്ങിൽ ഇരുന്നപ്പോൾ ബോധ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭർത്താവ് വിദ്യാഭ്യാസപരമായി വളരെ പുറകിലാണ്. 10ാം ക്ലാസ് വരെ പോലും പഠനം പൂർത്തീകരിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കേസുകളിൽ ഒരു പെൺകുട്ടിയെ പൂർണ്ണമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് മാന്യമായ രൂപത്തിൽ പെരുമാറാനുള്ള അറിവ് അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് ഭർത്താവിനില്ല. അദ്ദേഹം വളരെ പരിമിതമായ ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഈ പെൺകുട്ടി വിവാഹം കഴിക്കപ്പെട്ടത്. എന്നാൽ അവളുടെ സ്വകാര്യ ജീവിതത്തിൽ ഭർത്താവിൽ നിന്ന് അവൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനസികമായിട്ടുള്ള അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ അതവൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. കാരണം അത് മറ്റൊരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള കഴിവും ഈ പെൺകുട്ടിക്കില്ല. അതുകൊണ്ട് ഒരു ഡിപ്രഷൻ സ്റ്റാറ്റസിലേക്ക് ആ പെൺകുട്ടി മാറിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഇടയിൽ ഇത്തരത്തിലുള്ള കേസുകൾ അനവധിയാണ്. രക്ഷിതാക്കള് പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുന്നതിന് മുമ്പ് നിർബന്ധമായും ഒരു ഭർത്താവിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത അന്വേഷിക്കേണ്ടതുണ്ട്, ബുദ്ധിപരമായിട്ടുള്ള നിലവാരം അറിയേണ്ടതുണ്ട്. കാരണം 2 വ്യക്തികൾ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്ത് അവർക്ക് പരസ്പരം ഉൾക്കൊള്ളാനും വിട്ടുവീഴ്ച ചെയ്യാനും സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അപകർഷതാബോധം ഭർത്താവിലുണ്ടാവുന്ന ഘട്ടത്തിൽ ആ കുടുംബജീവിതം മുന്നോട്ട് പോവുകയില്ല. സ്വാഭാവികമായിട്ട് അത്തരം ഘട്ടങ്ങളിൽ സംശയരോഗം തലപൊക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾ ആഗ്രഹിക്കുക ഒരു ഡിവോഴ്സ് ആയിരിക്കും.